ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു Acrolet. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പുറത്തൊന്നും വീഡിയോ ചെയ്യാനൊന്നുമില്ല, കാരണം നല്ല മഴയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്നാക്കാൻ കരുതി. ഇവിടെ സമ്മറാണ് എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിൽ മൊത്തം ഭയങ്കര ചൂടും തീപിടുത്തൊക്കെയാണ്. പക്ഷെ ഞാൻ താമസിക്കുന്ന അയർലൻഡിൽ സമ്മറാന്ന് തോന്നുന്ന പോലും ഇല്ല, അത്ര മേഘവും മഴയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ അയർലൻഡിൽ താമസിക്കുന്നവർ പറയും ഞങ്ങളിവിടെ യൂറോപ്പിലാണെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെദർ യൂറോപ്പുമായിട്ട് യാതൊരു സാമ്യത്തിപ്പം ഞങ്ങൾക്കില്ല. ഒരു കിളി പോയ അവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴുള്ള ചില കിളിപോക്കുകൾ നമുക്കിന്ന് നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പലരും ഒരുമാതിരി ഭയന്ന് ഓടും, കാരണം അത്ര കിളി പോകുന്ന ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് തന്നെ എനിക്കിന്ന് പറയാനുള്ളത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇറ്റ്സ് അബൌട്ട് പാസ്റ്റ് ടെൻസ് ഓഫ് സം വേർബ്സ്. നോക്കാം. അറൈവിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? അറൈവ്ഡ്. പ്ലേ, പ്ലേഡ്. വിസിറ്റ്, വിസിറ്റഡ്. സിമ്പിൾ അല്ല എന്ന് കരുതും, അല്ല. സ്ലീപ്പ് പാസ്റ്റ് എന്താ? സ്ലെപ്റ്റ്. കമ്മിൻ്റെ എന്താ? കെയിം. അപ്പം ഈടി ചേർത്താൽ പാസ്റ്റ് ആവില്ല, നിവൃത്തിയിട്ടത് വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഗോ, അതിൻ്റെ പാസ്റ്റ് എന്താ? വെൻറ്റ്. ഇനി ഏറ്റവും നല്ല കിളി പോകുന്ന സാധനം അടുത്തവർ ഹിറ്റ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹിറ്റ്. ഇപ്പം രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നുന്നില്ലല്ലോ, അല്ലാതെ തന്നെ പോയില്ലേ കിളി. പക്ഷെ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. ഇത് കൊണ്ടുവരാനോ അത് കറക്റ്റാക്കാനുള്ള ടെക്നീക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഞാനൊരു ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കാണും. സോ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ and let's learn English with a lot of fun.